പീഡനക്കേസിൽ ഒളിവിലുള്ള പാലക്കാട് നഗരസഭാ കൌൺസിലറെ കണ്ടെത്താനാകാതെ പോലീസ്. തമിഴ്നാട് കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം അതിജീവിതയുടെ രഹസ്യമൊഴി കോടതി രേഖപ്പെടുത്തിയിരുന്നു. VS രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നത്. ഗുഡ് മോർണിംഗ് രഞ്ജിത്ത്. ഈ കേസിൽ വലിയ പ്രതിഷേധത്തിലേക്ക് LDFും BJPയും കടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇത് തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധവുമാണ്. ഇതിൽ പോലീസിന്റെ നീക്കം എന്താണ്? ഒരു പെട്ടെന്ന് തന്നെ പിടികൂടാൻ കഴിയുമെന്നാണോ? എന്താണ് പ്രതീക്ഷിക്കുന്നത്? ശ്രുതി, തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രക്ഷോഭനെ ഏറ്റവും വേഗത്തിൽ പിടികൂടുന്നതാണ് നല്ലത്. കാരണം ഈ ഒരു വിഷയം പാലക്കാട് മണ്ഡലത്തിൽ ചർച്ചയാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി BJP ഇന്നലെ രാത്രി പന്തംകുളത്ത് പ്രകടനം ഉൾപ്പെടെ നടത്തുകയും അതുപോലെ തന്നെ CPMും അത് മണ്ഡലത്തിൽ വലിയ തോതിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും പ്രക്ഷോഭിന്റെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. സുഹൃത്തുക്കളുടെ സഹായത്തോടു കൂടി പ്രക്ഷോഭ് രക്ഷപ്പെട്ടു എന്നാണ് പോലീസ് ഇപ്പോൾ കരുതുന്നത്. അദ്ദേഹത്തിന്റെ ഫോൺ അത് ട്രേസ് ചെയ്തുകൊണ്ട്, ലൊക്കേഷൻ ട്രേസ് ചെയ്തുകൊണ്ട് ഒരു അന്വേഷണം നടക്കുന്നു. തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെട്ടു എന്നാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തമിഴ്നാട് കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ആ പെൺകുട്ടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റൽ തെളിവുകൾ കൂടുതലായി ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്വേഷണം ഊർജിതമായി നടക്കുന്നു എന്ന് പറയുമ്പോഴും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്താൽ ഒരുപക്ഷെ ഈ വിഷയം ചർച്ചയാക്കപ്പെടുന്നത് അവസാനിക്കുകയും ചെയ്യും. അതുകൊണ്ട് അനിശ്ചിതമായി നീണ്ടുപോയാൽ അത് രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് CPMും BJPയും കണക്കാക്കുന്നത്. ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട സമരം കൂടുതൽ ശക്തിപ്പെടുത്തി മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഉൾപ്പെടെ സജീവ ചർച്ചയാക്കി നിലനിർത്തുക എന്നുള്ളതായിരിക്കണം CPMും BJPയും ലക്ഷ്യം വെക്കുന്നത്. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രക്ഷോഭനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന് മറ്റ് നേതാക്കന്മാരുമായി ബന്ധമില്ല എന്ന രാഷ്ട്രീയ വിശദീകരണമാണ് കോൺഗ്രസ് നൽകുന്നത്. ഓക്കെ, എന്തായാലും അന്വേഷണം തുടരുകയാണ്. തമിഴ്നാട് കേന്ദ്രീകരിച്ചൊക്കെയാണ് അന്വേഷണം നടക്കുന്നത്. VS രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.